ഹായ് SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങളെ ആരെങ്കിലും രഹസ്യമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറച്ച് സൈനുകളുണ്ട്. അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്താണ് നമുക്കിന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരാളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അവരെക്കുറിച്ച് നമ്മൾ എപ്പോഴും ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം ആ ഒരു പേഴ്സണിൽ ഉണ്ടാവും എന്നുള്ളതാണ് പറയുക. അതായത് നമ്മൾ അവരെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിൽ നമ്മുടെ ഒരു ഓർമ്മ ഉണ്ടാവും. അതായത് അവർ നമ്മളെക്കുറിച്ച് ചെറുതായിട്ട് ചിന്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചും അങ്ങനെ തന്നെയാണുള്ളത്. നമ്മളെക്കുറിച്ച് ഇപ്പോൾ ഒരാൾ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം നമ്മളിലും ഉണ്ടായിരിക്കും. നമ്മുടെ മനസ്സിലും അവരെക്കുറിച്ച് എന്തോ ഒരു ഓർമ്മകൾ വരിക, അല്ലെങ്കിൽ ചിന്തകൾ വരിക, ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കപ്പോൾ ഉണ്ടാവണമെന്നില്ല, നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം എന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ, അതായത് അവർ നമ്മളെക്കുറിച്ച് ഒരുപാട് ഇങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു ടൈമിൽ, ആ ഒരു സ്വാധീനത്തിന്റെ ഭാഗമായിട്ട് തന്നെ കുറേ സന്ദേശങ്ങൾ നമ്മളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ആ സന്ദേശങ്ങൾ കുറച്ച് സൈനുകളായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഈ ഒരു സൈനുകളാണ് അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ആ സൈനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവരെക്കുറിച്ച് നമ്മൾ തുടർച്ചയായി സ്വപ്നം കാണുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 2-3 ദിവസമൊക്കെ നമ്മൾ അടുപ്പിച്ചിട്ട് ആ ഒരു പേഴ്സണെ കുറിച്ച് അങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുപ്പിച്ചിട്ട് തന്നെ വേണമെന്നില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്കായിട്ട് ആ ഒരാളെ കുറിച്ച് എന്നെ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ നമ്മളെക്കുറിച്ച് അത്രത്തോളം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ സ്വപ്നം എന്ന് പറയുമ്പോൾ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സ്വപ്നം ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതായത് കൃത്യമായിട്ട് നമുക്കത് ഓർമ്മയുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഒന്നും നമ്മൾ മറന്നു പോയിട്ടുണ്ടായിരിക്കില്ല. മാത്രമല്ല ആ ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ആ ഒരു ആളുടെ ചിന്തയോട് കൂടിയിട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ നമ്മളെക്കുറിച്ച് അത്രത്തോളം ചിന്തിക്കുന്നത് കൊണ്ടാണ് അതിന്റെ ചെറിയ ഭാഗമായിട്ട് നമ്മളുടെ സ്വപ്നത്തിൽ അവരെ കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതായത് ഈ സ്വപ്നത്തിൽ കണ്ട ആളോട് നമുക്ക് വല്ലാത്തൊരു സോഫ്റ്റ് കോർണർ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് വലിയ രീതിയിൽ പരിചയമുള്ള ആളൊന്നും ആവണമെന്നില്ല, അവർക്ക് നമ്മളോടൊരു പ്രത്യേകമായിട്ടുള്ള ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ നമ്മളെ അവരെ രഹസ്യമായി പ്രണയിക്കുന്നുണ്ട്, നമ്മളെക്കുറിച്ച് അവരെപ്പോഴും ആലോചിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് തിരിച്ച് അങ്ങനെയൊന്നും അല്ല. ആ ആളെ പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് അങ്ങനെ അറിയൊന്നുമില്ല, നല്ല പരിചയമൊന്നുമില്ല, ഒരുപാട് സംസാരിച്ചിട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷേ എന്താണെന്നറിയില്ല, ആ ആളോട് വല്ലാത്തൊരു സോഫ്റ്റ് കോർണർ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു മാറ്റം നിങ്ങളിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെന്തോ പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇങ്ങനെ പ്രത്യേകിച്ച് പരിചയമൊന്നും ഇല്ലാത്ത ആ ആളെ കുറിച്ച് ഞാൻ എപ്പോഴും ഇങ്ങനെ സ്വപ്നം കാണുക, അതേപോലെ തന്നെ അവരോട് എനിക്ക് വല്ലാത്തൊരു സോഫ്റ്റ് കോർണർ ഫീൽ ചെയ്യാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർക്ക് എന്നോട് എന്തോ സംതിങ് ഒരു ഫീലിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ആ ഒരു പേഴ്സണ് നിങ്ങളോട് എന്തോ ഒരു ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഇനി മൂന്നാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, പെട്ടെന്ന് നമുക്ക് ആ ഒരു പേഴ്സണിന്റെ അടുത്ത് ഈഗോയും അതുപോലെ തന്നെ പൊസസീവ്നെസ് ഒക്കെ ഫീൽ ചെയ്യുക എന്നുള്ളത്. അതായത് ഇത്ര നാളും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ പെട്ടെന്ന് എന്തോ വല്ലാത്തൊരു ഈഗോ ഒക്കെ നമുക്ക് തോന്നുകയാണ്. അതേപോലെ അവർ വേറെ ആരോട് സംസാരിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത പൊസസീവ്നെസ് തോന്നുക. ഇപ്പോൾ ഈഗോ എന്നൊക്കെ പറയുമ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ അവരെ അങ്ങോട്ട് വിളിച്ചിരുന്ന ഒരാളായിരുന്നു. അതായത് നമ്മളെ ഒരു ടൈമിൽ അവരെ ഇങ്ങനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ജസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് സംസാരിക്കാൻ തോന്നുന്നില്ല. അതായത് ഇനി അവൻ അല്ലെങ്കിൽ അവൾ എന്നോട് വന്ന് സംസാരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോയില്ല, ഇങ്ങോട്ട് വേണമെങ്കിൽ ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇതൊരു ഈഗോയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഈ ഈഗോ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടക്കുറവ് കൊണ്ടാണെന്നുള്ളത് സത്യത്തിൽ ഇഷ്ടക്കുറവ് കൊണ്ടല്ല, ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു സംശയം വരുന്നുണ്ടായിരിക്കും, എന്താണ് നമ്മളെ ഇഷ്ടമുള്ള ഒരാളോടാണെന്നുണ്ടെങ്കിൽ സ്നേഹം കൊണ്ടാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈഗോ വരിക എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ഇത് വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ സ്വാധീനം നമ്മളിൽ ഉണ്ടാവും എന്നുള്ളത്. അതായത് ആ ചിന്തയുടെ സ്വാധീനം നമ്മളിൽ വരും എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചിന്തയിൽ അത് വരുന്ന സമയത്ത്, അതായത് അവരുടെ ചിന്തകൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു സ്വാധീന വലയം നമ്മളിൽ ഉണ്ടാവുമ്പോൾ ആ സ്വാധീന വലയത്തെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ബ്രെയിൻ തന്നെ തയ്യാറെടുക്കും എന്നുള്ളതാണ്. അതായത് പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ ചിന്തകൾ തുടങ്ങും എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് അവരോട് ഈ ഒരു ഈഗോയും കാര്യങ്ങളൊക്കെ തോന്നുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണിന്റെ അടുത്ത് പെട്ടെന്ന് അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഈഗോയോ പൊസസീവ്നെസ്സും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ എന്നുണ്ടെങ്കിൽ, അവിടെയും മനസ്സിലാക്കാനുള്ളത് ആ പേഴ്സണ് നിങ്ങളോട് ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളതാണ്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്വഭാവത്തിൽ വളരെ പെട്ടെന്ന് ഒരു മാറ്റം വരുന്നുണ്ടെങ്കിൽ, അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് അറിയാൻ കഴിയുന്നുണ്ടായിരിക്കും, എന്തോ ചെറിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും പറയുന്നുണ്ടാവുക, നീ പഴയ പോലെ അല്ല കേട്ടോ, നിങ്ങൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കാരണം പോലും അറിയണ്ടാവില്ല. എന്താണ് മാറ്റം എന്നുള്ളതിന്റെ യഥാർത്ഥ കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം മറ്റൊന്നല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം തന്നെയാണ്, ആ പേഴ്സന്റെ ചിന്തയുടെ സ്വാധീനം കൊണ്ടാണ്
നിങ്ങളിൽ ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അല്ലെങ്കിൽ അതും ഈ പറയുന്ന പോലെ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന്റെ ഭാഗമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക. ഈ 4 രീതിയിൽ നിങ്ങളിൽ മാറ്റം കാണുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന സൈനുകളൊക്കെ നിങ്ങളിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ ഒരു പേഴ്സൺ, അതായത് നിങ്ങൾ ആരെയാണോ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ളത്, ആരെക്കുറിച്ചാണ് നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത്, ആരോടാണോ നിങ്ങൾക്ക് ഈഗോയും പൊസസീവ്നെസ്സും ഒക്കെ തോന്നുന്നത്, ആ ഒരു പേഴ്സണ് നിങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇതുവരെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ ഈ ഒരു വീഡിയോ കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ കൂടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. നമ്മുടെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കാതിരിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്